ഹായ് വെൽക്കം. നമ്മൾ ഈ ഗ്ലോബൽ ബില്യണേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ റിയൽ എസ്റ്റേറ്റ് ഒരു ഉപാധിയായിട്ട് എടുത്ത് അതിനകത്ത് വളരെ വളരെ ജെൻറ്റിൽമാൻ സൂപ്പർമാൻ എന്നൊക്കെ പറഞ്ഞ് ലോകത്തിന് മാതൃകയായിരിക്കുന്ന ഒരാളാണ് ലീ കാഷിംഗ്. ഞാൻ 2010 എഴുതിയ പുസ്തകത്തിനകത്ത് മുതൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇന്നിപ്പം 93 വയസ്സായി, എന്നാലും അദ്ദേഹത്തിനെ ലോകം ആദരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ലീ കാഷിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അദ്ദേഹം ഒരു ആന്ത്രപ്രനർ ആൻഡ് ഫിലാന്ത്രോപ്പിസ്റ്റ്, ജീവകാരുണ്യ പ്രവർത്തനം, ഏഷ്യയിലെ ഏറ്റവും വെൽത്തിയസ്റ്റ് മനുഷ്യനാണ്. അറബികളൊന്നുമല്ല, ഇന്ത്യയിലുള്ളവരുമല്ല, ഏഷ്യയിലെ ഏറ്റവും വെൽത്തിയസ്റ്റ് മാനാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ, ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാരിലെ ഒരാളാണ്. അത് ഈ പറഞ്ഞ നമ്മുടെ ഈ സ്വത്തും കൊണ്ട് മാത്രമല്ല, ലോകത്തിന് നന്മ ചെയ്യുന്നതിൻ്റെ കാര്യത്തിലും വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ചെയ്യുകയും ഒക്കെ നോക്കുമ്പോഴത്തേക്കും വളരെ എനിക്ക് തോന്നുന്ന നമ്മൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കമ്പനി ഹച്ചിൻസൺ ഫാംബോ എന്ന് പറയുന്ന കമ്പനി, HWL എന്നാണ് അതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. ഹോങ്കോങ്ങിലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വളർന്ന നിഷ് എന്ന് പറഞ്ഞ ഈ കമ്പനിയെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു മൾട്ടിനാഷണൽ കോൺഗ്ലോമറേറ്റാണ്. അപ്പോൾ അതൊരു പല രാജ്യങ്ങൾ, 50ലധികം രാജ്യങ്ങളിൽ പടർന്ന് കിടക്കുന്ന. അപ്പോൾ ഇതിൻ്റെ ബിസിനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി വലിയൊരിതാണ്, അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ, ഇൻ്റർനെറ്റ്. നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല, ഇദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ പോലും, ഫേസ്ബുക്ക് എന്ന കമ്പനിയിൽ നല്ല നല്ല ഷെയർ ഉണ്ട്. ഇദ്ദേഹം അതുപോലെ ഒരുപാട് ഏരിയയിൽ അദ്ദേഹത്തിന് ഇതുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം മെയിൻലാൻഡ് ചൈനയിൽ തന്നെയാണ് ജനിച്ച് വളർന്നത്. ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു UP സ്കൂളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇവിടുത്തെ പറയുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ആളായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ടീച്ചറായിരുന്നു, ഹെഡ് മാസ്റ്റർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ജപ്പാനീസ് ഇൻവേഷൻ വന്നത്. ജപ്പാനീസ് ഇൻവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ചൈനക്കാരെ അടിമകളാക്കി ഒരുപാട് പേരെ കൊന്നൊടുക്കിയിട്ടുള്ള 90,000 പേരെയൊക്കെ കൊന്നൊടുക്കിയ ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് പലായനം ചെയ്ത് പോയ കൂട്ടത്തിൽ ഇദ്ദേഹവും ലീ കാഷിങ്ങും, അന്ന് 15 വയസ്സാണ് അദ്ദേഹത്തിന്. അദ്ദേഹവും ഫാദറും മദറും എല്ലാവരുമായിട്ട് അവിടെ നിന്ന് ഓടുമായിട്ട് പലായനം ചെയ്ത് അങ്ങനെയാണ് അവർ ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിലെത്തുന്നത്. ഹോങ്കോങ്ങിൽ എനിക്ക് 1940 മറ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ 15 വയസ്സുള്ളപ്പോൾ തന്നെ അധികം താമസിയാതെ ഇദ്ദേഹത്തിൻ്റെ ഫാദറിന് ട്യൂബർകുലോസിസ് വന്ന് മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞിട്ട് ഈ ഫാമിലിയെ നോക്കാനായിട്ട് പിന്നെ പഠിത്തം അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ജോലിക്ക് പോവുകയാണ്. ജോലിക്ക് പോകുന്നൊരു ഈ പ്ലാസ്റ്റിക് കടയിലൊരു സെയിൽസ്മാനായിട്ടാണ് അദ്ദേഹം ആദ്യം തുടങ്ങുന്നത്. അപ്പം അങ്ങനെ 1940 മുതൽ തുടങ്ങി അദ്ദേഹം. പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ വളർന്ന് അപ്പോൾ അത് കഴിഞ്ഞൊരു പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളുടെ ഒരു ഫാക്ടറി ഇട്ടു. അങ്ങനെ അത് പുറത്ത് വിൽക്കുക, അവിടെ വിൽക്കുക, അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്ത പ്ലാസ്റ്റിക്കിൻ്റെ മേഖലയിൽ ഒരുപാട് ഇൻഡസ്ട്രി കൊണ്ടുവന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനകത്തെല്ലാം ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു കോടീശ്വരനാകാനാണ് ഞാൻ നിങ്ങളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം ഇദ്ദേഹം വളരെ ജെന്യുവിൻ, വളരെ അദ്ദേഹത്തിൻ്റെ എത്തിക്സ്, മോറൽ വാല്യൂസ്, ആദർശം, ഇതെല്ലാം. അപ്പോൾ ഈ പറഞ്ഞ ഒരു വർഷം ഒരു $1 ബില്യൺ അദ്ദേഹം ചാരിറ്റി കൊടുക്കുന്നുണ്ട്. അത്രയും ചാരിറ്റി കൊടുത്തിട്ടും ഇദ്ദേഹം ഏഷ്യയിലെ വെൽത്തിയസ്റ്റാണ്. അപ്പോൾ തന്നെ എങ്കിൽ പോലും അദ്ദേഹം വളരെ ഫ്രൂഗൽ, വളരെ കുറച്ച് ഭക്ഷണം, ആഡംബരങ്ങൾ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. ഓക്കെ. അപ്പോൾ അദ്ദേഹം ചവൻഷു എന്ന് പറയുന്ന ചവൻഷുവിലാണ് അദ്ദേഹം ജനിച്ചത്. ഞാൻ പറഞ്ഞു, അവിടുത്തെ പൊളിറ്റിക്കൽ ടർമോയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതൊക്കെ. അപ്പോൾ ഇന്ന് ഈ ഹോങ്കോങ്ങിൽ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ എല്ലാ കാര്യത്തിനകത്തും ജനങ്ങൾക്ക് ഭയങ്കര സഹായം ചെയ്യുന്ന ഒരാൾ. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ പണം വന്നത് റിയൽ എസ്റ്റേറ്റിലൂടെയാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ അപ്പോൾ ആദ്യം ഇദ്ദേഹം പ്ലാസ്റ്റിക്കിൻ്റെ കട തുടങ്ങി. അത് കഴിഞ്ഞ് പതിയെ റിയൽ എസ്റ്റേറ്റിലേക്ക് വന്നു. റിയൽ എസ്റ്റേറ്റിലേക്ക് വന്ന് അദ്ദേഹം ആ കാലത്ത് ഹോങ്കോങ്ങിലൊരു വലിയ കലാപം നടന്നു. ആദ്യം അദ്ദേഹം ചൈനയിൽ നിന്ന്, മെയിൻലാൻഡ് ചൈനയിൽ നിന്നും അദ്ദേഹം ഓടിപ്പോന്നാണ് ഹോങ്കോങ്ങിലെത്തുന്നത്. ഹോങ്കോങ്ങിൽ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഹോങ്കോങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഹോങ്കോങ്ങിൻ്റെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ എൻ്റെ
മനസ്സിൽ കൂടെ ഇങ്ങനെ ആ രൂപം കടന്നു പോയിക്കൊണ്ടിരിക്കുക. അവിടുത്തെ കെട്ടിടങ്ങൾ, രാത്രി 12 മണി കഴിഞ്ഞ് ടൂറിന് പോയത് ഒക്കെ ഇങ്ങനെ മനസ്സിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു വലിയ ടീം തന്നെ ഉണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് വന്നത്. അപ്പോൾ എന്താണേലും അപ്പോൾ അവിടെ ഇങ്ങനെ ആ പ്രദേശത്ത് ഇങ്ങനെ ഒത്തിരി പേര് പലായനം ചെയ്തു പോയി. നമ്മളിപ്പോൾ ഈ ബില്യണേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പം മിസ്റ്റർ M.A. യൂസഫലിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്, അദ്ദേഹം ഈ കുവൈറ്റ് വാർ വന്നപ്പം എല്ലാവരും ഗൾഫ് ഇട്ടെറിഞ്ഞിട്ട് ഓടുകയാണ്. അപ്പം എല്ലാവരും കിട്ടിയ പ്രോപ്പർട്ടി കിട്ടാത്തത് ഒക്കെ എടുത്തുകൊണ്ട് അവർ സ്ഥലം വിട്ടുകൊണ്ടിരിക്കുക. എല്ലാവരും ഇന്ത്യയിലേക്ക് വരാനായിട്ട് സ്പെഷ്യൽ ഫ്ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പോയി അബുദാബി രാജാവിൻ്റെ അടുത്ത് ലുലു തുറക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, എല്ലാവരും ഇവിടുന്ന് പോകുമല്ലേ, നീ പിന്നെ ഇവിടെ കട തുടങ്ങിയാലോ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടി, വലിയ കരുണാമയനായ അങ്ങയുടെ രാജ്യത്ത് ഒരിക്കലും യുദ്ധം ഉണ്ടാവില്ല. യുദ്ധം ഉണ്ടായാലും ഞാനിവിടെ ഓടത്തില്ല, ഞാനിവിടുത്തെ മുന്നിൽ തന്നെ നിൽക്കും, ഞാൻ അങ്ങയുടെ സപ്പോർട്ടറായിട്ട് എന്നും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ കഥ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന് അതിനുശേഷം എത്രയോ $1 മില്യൺ പലിശയില്ലാതെ 10-30 വർഷത്തേക്ക് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് കിങ് നിശ്ചയിച്ച കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിനൊരു കഥയുണ്ട്. ഹോങ്കോങ്ങിൽ നിന്ന് എല്ലാവരും പലായനം ചെയ്തു പോവുകയാണ് ഇൻറ്റേർണൽ റൈറ്റ്സ് ഉണ്ടായ സമയത്ത്. അപ്പോൾ ആ റൈറ്റ്സ് ഉണ്ടായ സമയത്ത് ഇദ്ദേഹം അവരെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇവർ ഉപേക്ഷിച്ച് പോകുന്ന സ്ഥലം അങ്ങനെ പോകേണ്ട, ഞാൻ കുറച്ച് വില തരാം. അപ്പോൾ വളരെ ത്രോൺ ഓഫ്, ഭൂമി എടുക്കാൻ ആരും തയ്യാറല്ല, പക്ഷേ അദ്ദേഹം പറ്റുന്ന പോലെ വില കൊടുത്ത് അവർക്ക് ആ ഭൂമി അദ്ദേഹം എഴുതി വാങ്ങിക്കുകയും അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേരിലാക്കുകയൊക്കെ ചെയ്ത് അവിടെ ഈ ഒരു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഒരുപാട് ഹ്യൂജ് പ്രോപ്പർട്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഹോങ്കോങ്ങിലേക്ക്, അപ്പോൾ ഇംഗ്ലീഷ് ഹോങ്കോങ് ആണ്, അവിടേക്ക് ആൾക്കാരിങ്ങനെ വീണ്ടും വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹം അവിടെ നിന്ന് ഓരോരോ ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ലാൻഡ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അവിടെ ഓരോ ഫെസിലിറ്റിക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുകയും ബിൽഡിങ് ഒക്കെ ചെയ്ത്, എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു ബിൽഡിങ് സ്കൈ സ്ക്രാപ്പർ സെയിൽ നടന്നത് ഇദ്ദേഹത്തിൻ്റെതാണ്, ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടത്, ഇദ്ദേഹത്തിന് ഒരുപാട് രാജ്യങ്ങളുണ്ട്, സ്ഥലവും കെട്ടിടങ്ങളെല്ലാം 50-ലധികം രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉള്ളതാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ഇദ്ദേഹത്തിൻ്റെ ഇതിനകത്ത് ടാക്സ് വെട്ടിച്ചു എന്ന് പറഞ്ഞു. അതായത് എനിക്ക് തോന്നുന്നൊരു $10-30 മില്യൺ ഒരു എമൗണ്ട് അടുത്ത ടാക്സ് ഓഫീസർ ഇവർക്ക് നോട്ടീസ് അയച്ച് ക്ലെയിം ചെയ്തു. അപ്പോൾ ഇവർ അതിന് മറുപടി കൊടുത്തു. അങ്ങനെ അവർ കണക്കുകൾ മുഴുവൻ നിരത്തി. കണക്കുകൾ മുഴുവനും ഓസ്ട്രേലിയൻ ടാക്സ് അതോറിറ്റീസിൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ $45 മില്യൺ ഇദ്ദേഹത്തിന് റീഫണ്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ സർക്കാർ അങ്ങോട്ടായിരുന്നു പൈസ കൊടുക്കാനായിട്ടുണ്ടായത്. അപ്പോൾ ഈ ടാക്സിൽ പോലും ഇത്രയും ഓണസ്റ്റി നമ്മളിവിടെ കേരളത്തിൽ പലപ്പോഴും പറയുമ്പോഴത്തേക്ക് ആൾക്കാർ, അയ്യോ അത്രയും നമ്മൾ പൈസ കാണിക്കണ്ടല്ലോ, നമുക്ക് ന്യായവില വെച്ചാൽ മതിയല്ലോ, റവന്യൂ അതോറിറ്റീസിൻ്റെ വില വെച്ചാൽ മതിയല്ലോ, ആധാരത്തിൽ കാണിക്കുന്നു, ബാക്കി നമുക്ക് കള്ളപ്പണമായിട്ട് കൊടുക്കാമല്ലോ. ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പ്രവർത്തിക്കുന്ന എപ്പോഴും വിചാരിക്കണം, നമ്മളിൽ വക്രതയുണ്ടെങ്കിൽ, ഈ വക്രതയുള്ളവർ നമ്മളെ അട്രാക്റ്റ് ചെയ്ത് തേടി പിടിച്ച് വന്ന് നമ്മളെ നശിപ്പിക്കും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിലും പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. എപ്പോഴും നമ്മൾ ബ്ലാക്ക് ഇല്ലാതെ ആക്ച്വൽ പ്രൈസ് തന്നെ ആധാരത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് ലോങ് ടൈമിൽ നമുക്ക് റേറ്റ് ഓഫ് പ്രോഫിറ്റ് കൂടുതൽ വരുന്നത്. അത് കുറച്ച് കണക്കൂടെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രമേ ആവുകയുള്ളൂ. അപ്പോൾ അവർക്കെല്ലാം ഒരുപാട് അവസരങ്ങളുണ്ട്, നമുക്ക് അവസരങ്ങളില്ല. ഈ 50 വർഷം മുമ്പായിരുന്ന അവസരം അങ്ങനെയല്ല, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ആ കാലത്തുണ്ടാഞ്ഞ അവസരങ്ങളും ഇപ്പോഴത്തെ അവസരങ്ങളും നോക്കുമ്പം അന്നുണ്ടാഞ്ഞതിൻ്റെ 1000 ഇരട്ടി അവസരങ്ങൾ നമുക്ക് ഇന്നുണ്ട്. അതിനെ ഒന്ന് മനസ്സിലാക്കാനുള്ള മനസ്സോടുകൂടി നമ്മൾ നോക്കിയാൽ മതി. അപ്പം ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ലീ കാൻ ഷിങ്ങിൻ്റെ ഒരു ജീവിതം, അദ്ദേഹം നമുക്കൊരു വിളക്കുമരമാണ്. ഒരുപാട് എനിക്ക് തോന്നുന്ന ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ സെർച്ച് ചെയ്തൊരു 10-30 പ്രാവശ്യമെങ്കിലും ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഓരോ ബിസിനസ്സും നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നാൽ മതി, കാരണം വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ഗുഡ് മണി എന്ന് പറയുമ്പോഴത്തേക്കും നന്മയുള്ള പണം. നമ്മൾ മോശം പണം സ്വീകരിക്കുകയും ചെയ്യരുത്, നന്മയുള്ള പണം മാത്രം സ്വീകരിക്കുക, എപ്പോഴും നന്മയുള്ള പണം. അപ്പോൾ അതായത് നമ്മളുമായിട്ട് ഒരാൾ കച്ചവടം ചെയ്യുന്നെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് നമ്മളെ കൊണ്ട് നേട്ടമായിരിക്കണം, അയാൾ മുടക്കിയ പൈസയ്ക്ക് അതിനെ കഴിഞ്ഞും കൂടുതൽ നേട്ടമായിരിക്കണം. ആ ഒരു രീതി തന്നെ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ വിധത്തിലും നിങ്ങൾക്ക്
എന്താണ് ഗുഡ് മണി മാത്രം വാങ്ങിക്കുന്ന വളരെ നന്മയുള്ള, ഞാൻ പറഞ്ഞ ഇത്രയും വലിയ കോടീശ്വരനാകാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നുവെങ്കിൽ, നന്മയെക്കൂടെ മാത്രം കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ലോകത്ത് നന്മ ചെയ്യുന്ന ആൾക്കാർക്കാണ് കോടീശ്വരരാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പക്ഷേ പഠനം ഒരുപാട് ഇനിയും ആവശ്യമാണ്. ഓൾ ദ ബെസ്റ്റ്.